അവൾക്ക് കൊടുക്കണം. കഴിക്കണം ഹാപ്പി ബർത്ത്ഡേ വെറുതേട്ടാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ വെറുതേട്ടാ. അല്ല ഇതെന്താ 5 ബാക്കി 60 എന്ത്? 60 ഇതാ 60 പണ്ടേ ഒഴുകി കഴിഞ്ഞില്ലടാ. എന്താടാ നീല 4 മിസ് കോൾ അടിച്ചേ? 10 മണിക്കല്ലേ? ഇപ്പൊ സമയം എത്രയായി? 1 മണിക്ക് 10 മിനിറ്റ്. നല്ല ഫിറ്റാലേ? അത്രക്കൊന്നുമില്ല, കുറച്ച്. നീ ഇങ്ങോട്ട് വരുന്നില്ലേ? നാളെ രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളല്ലേ? ഞാൻ പറഞ്ഞല്ലേ. എടാ അത് 9:30 അല്ലേ? ഞാനിന്ന് വിനുവിന്റെ പുറം കിടന്നിട്ട് രാവിലെ എത്തിക്കോളാം. കോപ്പെത്തുന്നു അവിടെ എവിടെ അടിച്ച് സൈഡാവുന്നല്ലാണ്ട് എന്താന്ന് വെച്ചാച്ചി? ഇല്ലടാ, ഞാൻ സാബിക്കാന്റെ കഫ്തേരിൽ എത്തിക്കോളാം, നീ അവിടെ എത്തിയാ മതി. ആ വെച്ചാ എന്തല്ല വയസ്സിലെ നീ ഒറ്റയ്ക്കാണോ പോണ? അല്ല, മുജീബുണ്ട്. മുജീബ നല്ല ആളാ. ഓൻ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കോ? രാവിലെ മുതൽ വിളിക്കണ കിട്ടണ്ടേ. ഇന്നലെ നല്ല ഫിറ്റ് ആയിരുന്നു. ഓൻ എപ്പോഴാ ഫിറ്റ് അല്ലാത്തത്? ഒരു ചായ സമോസ എടുത്തോ. അല്ല വയസ്സിലെ ആ കുട്ടിക്കുള്ള താമസമൊക്കെ റെഡിയാ? ഓ അതൊക്കെ റെഡിയാ. ആ ഞാൻ ഒന്ന് ദിവ്യനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ എയർപോർട്ടിലോട്ട് ഇറങ്ങാം. ഞാൻ പറഞ്ഞ താമസക്കാരൊക്കെ ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ എപ്പോഴും എത്തുക? വൈകിട്ടാവും, 12 മണിക്കാ ഫ്ലൈറ്റ്. അപ്പൊ ശരി എന്നാ, ഞാൻ എന്തായാലും ഇവിടെ തറാമ വിളിക്കാം. ഓ വെയിറ്റ്. യെസ്. അതെ, മസ്കറ്റിൽ നിന്ന് വരുമ്പോ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വരുമോ? പൂജയ്ക്ക് വേണ്ടിട്ടാ. ഷുവർ. ഏതാ വേണ്ടേ? പിച്ചി, ജമന്തി, പിന്നെ അങ്ങനെ പറയല്ലേ, എനിക്കൊന്നും മനസ്സിലാവില്ല. വാട്സാപ്പിൽ അയച്ചാ. ശരി, ചെയ്യാം. ഓക്കെ, വന്നിട്ട് കാണാം. ശരി, ബൈ. എടി, രാവിലെ തന്നെ ഫോണിലല്ലേ? എത്ര നാളായി? പറയാനുള്ളത് കയ്യോടെ പറയണം, ഇല്ലെങ്കിൽ അവൻ വല്ല മൊഞ്ചത്തിനെയും കെട്ടിക്കൊണ്ട് വരും. പോരാത്തതിന് ഇന്ന് പുതിയൊരാളൂടെ വരുന്നുണ്ട്, നീ സൂക്ഷിച്ചോ. എടാ പൈസയിലൂടെ എത്തിയിട്ടുണ്ട്, പോസ്റ്റ് ആയിട്ടുണ്ടാവും. എടാ കുറച്ച് ലേറ്റ് ആയി പോയി, സോറി ഏട്ടാ. ഇതെന്താ 2 ചായ കുടിക്കുന്നേ? തന്നെ. ആ രണ്ടാളും നല്ല ഭരതേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലേ? സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ഇന്നലെ ഭരതേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. മൂപ്പര് സന്തോഷത്തോടെ വിളിക്കുമ്പോ എങ്ങനെ പോവാതിരിക്കാ? പിന്നെ കൊറേ ആയി മൂപ്പരെ കണ്ടിട്ട്. മൂപ്പര് സന്തോഷം. ഞാൻ പോട്ടെ എന്നാല്, ഷോപ്പ് ഓർക്കാണ്ട് ഇവനെ കൊണ്ടുവിടാൻ വന്നേന്ന്. ഓക്കെ പോട്ടെ, വൈകിട്ട് കാണാട്ടാ. സലീംക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടി ഒറ്റക്കല്ലേ വരണേ? കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? അയാൾക്ക് പ്രാന്താടാ. ആ കുട്ടി ഒറ്റക്കാന്ന് വെച്ച് ഫ്ലൈറ്റ് നേരത്തെ വരുമോ? അല്ല നീ എന്തെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത്? ഫ്ലൈറ്റിന് സമയമായി, നമുക്ക് പോണ്ടേ? വാ. ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവനെ കൊണ്ട്. ഹലോ ഫൈസൽ. ആ ഫൈസലാ. ഞാൻ ഷഹാനയാ. ആ ഷാന, ഇറങ്ങിയോ? ഞങ്ങളവിടെ അകത്തുണ്ട്. ആ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ പുറത്തോട്ട് ഇറങ്ങിയോ? ഓക്കെ ഓക്കെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. വാ പുറത്തല്ല.
കണ്ടു കണ്ടു. ഓക്കെ. ഷഹാന. അതെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഫൈസൽ. ഇതെന്റെ ഫ്രണ്ട് മുജീബ. ഹായ്. ഹായ്. ഹലോ ഹലോ. ഹായ്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ മൈ പ്ലഷർ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആണോ? നമുക്ക് പോയാലോ അങ്ങോട്ട്? ഓ വാ. ഞാൻ എടുക്കാം. സലീംക്ക് എത്തിയോ? ഇല്ല, ആൾ അത്യാവശ്യമായിട്ടൊന്ന് അബുദാബി വരെ പോയതാ. ഇന്ന് രാത്രി എത്തും. ഷാനൊക്കെ മെസ്സേജ് അയച്ചെന്നാണല്ലോ പറഞ്ഞേ. ആ, എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എത്തിക്കാണുന്നാ വിചാരിച്ചേ. ആണോ? ഷാനൊക്കെ വിശക്കുണ്ടാവല്ലേ? നമുക്കൊന്ന് കഴിച്ചിട്ട് പോയാലോ? എനിക്ക് വേണമെന്നില്ല. ഓക്കെ. നമുക്ക് കുറച്ച് ദൂരം പോവാനില്ലേ? വല്ലതും കഴിച്ചിട്ട് തന്നെ പോവാം. ആ ഷാന, നമുക്കൊന്ന് കഴിച്ചിട്ട് പോവാം. നിസാർ ഖാന്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. നല്ല മസാല ദോശ കിട്ടും. ആ ഓക്കെ. എടാ, ആ ഫോണൊന്ന് എടുക്ക്. എന്താ അത്യാവശ്യത്തിനായിരിക്കും. നീ രണ്ടുപേരും കയറിക്കോ, ഞാനിപ്പോ വരാം. ഓക്കെ. ഓക്കെ. വാ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. കുറച്ച് ഫ്ലവേഴ്സ് വേണമായിരുന്നു. ഏതാ? പേരറിയില്ല. ഇത് രണ്ടും. ആ, പിച്ചിയും ജമന്തി. ആ, എത്ര വേണം? ഒരു റിയലിനെടുത്തോ. ഓക്കെ. ബ്രോ, ഒരു റിയൽ ഈ മുല്ല ഇങ്ങോട്ട് എടുത്തോ. ഓക്കെ. എടി, ഞാൻ തിരക്കിലായതുകൊണ്ടല്ലേ. തിരിച്ചു വിളിക്കൂലേ? നീ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കണ. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് എന്താ ഇത്ര തിരക്ക്? ഇന്ന് ലീവല്ലേ? അത് ശരിയാണല്ലോ. ഞാൻ വിളിച്ചതേ, മോന്റെ ട്യൂഷൻ മാസ്റ്റർ ജോലിയിട്ട് തിരിച്ചുപോയി. നമുക്ക് ആ സുബൈദാത്തന്റെ മോളെ ട്യൂഷൻ എടുക്കാൻ വെച്ചാലാ? ആ, അവള് മിടിക്കാടി. അല്ല, ഏത് സുബൈദാത്ത? എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ? എടി, ഞാൻ കുറച്ച് തിരക്കില്ല. നീ ഒന്ന് മിണ്ടാണ്ടിരുന്നേ. അതെ, തിരക്കാന്ന് വെച്ച സമയത്ത് ഇൻസുലിൻ എടുക്കാൻ മറക്കല്ലോട്ടേക്കാ. എടി, ഞാൻ എടുത്തോളാം. നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ പിന്നെ, ഹലോ ഇക്ക. വൈഫാ എപ്പോഴും ഫോണെടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കൂ. നമ്മളിവിടെ വലിയ ടെൻഷനിലാന്ന് ഓക്കറിയേണ്ട കാര്യമുണ്ടാ? കൊച്ചിന് അവിടെ ട്യൂഷൻ എടുക്കുന്നതിനെ പറ്റി ഇവിടെ കിടക്കുന്ന എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, ഫ്ലവേഴ്സ് മേടിക്കാൻ പോയതാ. ആ, ഫുഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഷാൻ എത്ര വരെ പഠിച്ചു? ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ആണോ? അപ്പൊ നമ്മളെ സലീം ഖാൻ എങ്ങനെ പഠിച്ചു? സലീം ഖാന്റെ സിസ്റ്റർ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, റസ്മിയ. ഓ. ഷാന, ഉമ്മ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 24 വർഷമായി. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ആണോ? സലീം ഖാൻ കുറച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ആ, ഒന്നല്ല. ആ, കഴിക്കും. കഴിച്ചോട്ടാ. ഹായ്. ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ ദിവ്യ. ദിവ്യ, ഷഹാന. ഹലോ. ഹലോ. പറഞ്ഞ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. താങ്ക് യു. അല്ല, റിമ ഇവിടെ? ആളിവിടെ ഇല്ലേ? എന്തേ? എന്താ? ഏയ്, ഒന്നുമില്ല. വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. പിന്നെ റിമയൊന്ന് കാണാം. വേണ്ട, ഇന്ന് കുറച്ച് തിരക്കുണ്ട്. പിന്നെ ആവാം. ആ, ഞങ്ങളെന്നാ പോട്ടെ. ശരി എന്നാ. അപ്പൊ ഷാന കേറിക്കോ. ഇങ്ങോട്ടാ, ഞാൻ എടുക്കാം. വരൂ. ഷാന, ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, പോവാണേ. ശരി.
അതെ ഷഹാനിനെ നാളെ ഞാൻ കൊണ്ടുവരാട്ടോ. ശരി. ശരി. വാ. അല്ല, ടെറസിലാ. ഞാനും ടെറസിലാ. ആ അതെ, ഫൈസൽ വാങ്ങിയതില് വേറൊരു പൊതിയും കൂടി കണ്ടല്ലോ, കുറച്ച് മുല്ലപ്പൂ. അതെങ്ങനെ സംഭവിച്ചു? അത് ചിലപ്പോ മാറി വെച്ചായിരിക്കും. എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ മസ്കറ്റ് പോണ്ട്, അപ്പൊ തിരിച്ചു കൊടുക്കാം. എന്തിനാ? ചമ്മന്തി ഉണ്ടാക്കാനാ? ശരിയാലേ. അതെ. അല്ല, ഷഹാൻ എന്താ പറയുന്നു? നിങ്ങൾ കമ്പനിയായോ? പിന്നല്ലാണ്ട്. വന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ പറയാ ചെയ്തോ? കുറച്ചൊക്കെ. ആ അതെ, അവരെന്നെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാൻ വിളിക്കാട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വെക്കുവാണേ. നാളെ കാണാം. ശരി, നാളെ കാണാം. ബൈ. അന്ന് ഉപ്പക്ക് ആക്സിഡന്റ് പറ്റി കിടപ്പിലായപ്പോ ഉമ്മാന്റെ ഒരു അകന്ന ബന്ധുവാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു അറബിയുടെ വീട്ടിലെ സഹായത്തിന്. അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 2 വയസ്സാ. അന്നേ മിസ്സായതാണോ ഉമ്മാനെ? അല്ല, 2 കൊല്ലം കഴിഞ്ഞ് ഉപ്പാടെ അസുഖമൊക്കെ മാറിയപ്പോ ഉമ്മ മതിയാക്കി വന്നതാ. പക്ഷെ ഉപ്പാക്കായിരുന്നു നിർബന്ധം. നല്ല ശമ്പളമല്ലേ, എന്തിനാ കളയുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഉമ്മ പിന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് പ്രശ്നം തുടങ്ങിയത്. ഉപ്പാക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയായി ബന്ധമുണ്ടെന്ന് ഉമ്മാനോട് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഉമ്മ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഉപ്പയും ബന്ധക്കാരും എല്ലാവരും ഉമ്മേനൊരു സംശയരോഗിയായി കണ്ടു. അങ്ങനെ ആരും തന്നെ മനസ്സിലാക്കാത്ത മൊമെന്റില് ഉമ്മ തിരിച്ചുപോയി. വല്യമ്മ മാത്രമായിരുന്നു ഉമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിച്ചതും ഉമ്മ പോയതിൽ സങ്കടപ്പെട്ടതും. ഉമ്മ കുറച്ചു കാലം വല്യമ്മക്ക് കത്തുകൾ അയക്കുമായിരുന്നു. പിന്നീട് അതും നിന്നു. വല്യമ്മ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണ് ഉമ്മാനെ പറ്റിയിട്ടുള്ള എൻ്റെ ഓർമ്മകൾ. ഉമ്മക്കെന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നെ മാത്രമല്ല, എല്ലാവരും ഉമ്മ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ ഉപ്പ ആ സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചു. ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്കതിലൊരു അനിയനുണ്ട്. ഇപ്പൊ +2 പഠിക്കുക. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഒമാനിലെ പാരൻസ് ഉള്ള കുട്ടികളോട് ഞാനെപ്പോഴും കമ്പനി കൂടാൻ ശ്രമിക്കും. അങ്ങനെയാണ് റസ്മിയുടെയൊക്കെ സലിമിക്കാനെ ഞാൻ പരിചയപ്പെടുന്നത്. നാട്ടിൽ വന്നപ്പോൾ മൂപ്പരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മ പോയിട്ട് ഇപ്പൊ 20 വർഷമായി. 5-6 മാസം മുമ്പ് ഉപ്പക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. അപ്പോഴാണ് ഉപ്പ എന്നോട് പറയുന്നത് ഉമ്മക്ക് അന്നുണ്ടായ സംശയമൊക്കെ സത്യമായിരുന്നെന്ന്. അതിന്റെ കുറ്റബോധം മൂപ്പർക്ക് നല്ലോണം ഉണ്ട്. ഇടയ്ക്ക് കിടപ്പിൽ കരയുന്നതൊക്കെ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാരും കൂടെ സംശയരോഗിയാന്നും പറഞ്ഞ് എന്റെ ഉമ്മാനെ ഒഴിവാക്കിയില്ലേ? ഉമ്മ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും ഇക്കാലം അത്രയും? ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കും കുറ്റബോധമുണ്ട്. ഇവിടെ അടുത്ത് ജബൽ ഷംസിൽ തന്നെ ഒരു കമ്പനി നടത്തുന്ന ഒരു ഒമാനിയുടെ വീട്ടിലാണ് ഈ പറഞ്ഞ സ്ത്രീ ഉള്ളത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ സ്ത്രീ അവിടെ ഉണ്ട്. കേരളത്തിൽ എവിടെയാണെന്ന് ഈ ഒമാനി കുടുംബത്തോട് പോലും ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല. പേരും ഷഹാനയുടെ ഉമ്മയുടെ പേര് തന്നെ, ഫാത്തിമ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഷഹാനെ നേരിട്ട് വന്ന് കാണട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെയാണ് ഞാൻ വിവരം അറിയുന്നത് ഈ ഒമാനി കുടുംബം മക്കത്ത് ഉംറ ചെയ്യാൻ പോയിരിക്കുമെന്ന്. ഇനി വരാൻ കുറച്ച് ദിവസം എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സലീംക, അവരുടെ ഫോട്ടോ എന്തെങ്കിലും? അത് ഞാൻ പണ്ടേ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഒരു സാധാരണ മൊബൈൽ പോലും അവരുടെ കയ്യിലില്ല. മാത്രമല്ല ആ ഒമാനിക്ക് അതൊന്നും ഇഷ്ടമല്ല. വേണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോളാനാണ് അവർ പറയുന്നത്. ഷഹാനയുടെ ഉമ്മയുടെ പഴയ ഫോട്ടോ ഒന്നുമില്ലേ? അല്ല, അത് കാണിച്ചാ സലീംകാക്ക് മനസ്സിലാവായിരുന്നല്ലോ. ഫോട്ടോ ഉണ്ട്, പക്ഷെ അതത്ര ക്ലിയർ അല്ല. നാട്ടിൽ വന്നപ്പോ സലീംകാക്ക് ഞാനിത് കാണിച്ചിരുന്നു. ആ അതെ, ആ കത്തൊന്നോട്ടെ ഫോട്ടോ.
ഈ കത്തുകളുടെ പോസ്റ്റ് ബോക്സ് നമ്പർ നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഉമ്മ ബിദിയെ അയച്ച കത്തുകളാണ്. ഇതാണ് അവസാനം അയച്ച കത്തെന്ന് തോന്നുന്നു. ഡേറ്റ് 2002 മാർച്ചാണ്. മാത്രമല്ല ഈ ഫോട്ടോ എടുത്തതും ബിദിയൻ തന്നെയാണ്. എനിക്ക് സംശയമുണ്ട്, ഈ 2002 മാർച്ച് അവസാനത്തോടു കൂടിയാണെന്ന് തോന്നുന്നു അവിടെ ഒരു വലിയ ഫ്ലഡ് വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സലീംക എന്താ പറഞ്ഞു വരുന്നത്? ഇല്ല, ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ആ ഒമാനി ഫാമിലി മക്കയും തിരിച്ചു വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ഇപ്പോഴേ വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. വാ. ഫൈസലേ, ഇക്കാര്യത്തിൽ നീ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാവണം. അവൾക്കധികം പരിചയമില്ലാത്ത സാഹചര്യമല്ലേ, ഒരുപാട് പ്രതീക്ഷകളായിട്ട് അവൾ വന്നിരിക്കുന്നത്. അതിങ്ങനെ ടെൻഷൻ ആവണ്ടിക്കാം, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. ഓക്കെ സലീംക. പേരെന്തോന്നാ പറഞ്ഞേ? ഫാത്തിമ അല്ലേ? ആ അതെ, ഫാത്തിമ. എന്തേലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാം, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആ പിന്നീട് ബിദിയയിൽ ഇവരെവിടെയായിരുന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിനക്ക്? വിധിയിലായിരുന്നു മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് അവിടെ കുറെ പരിചയക്കാരുള്ളതല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഓക്കെ, അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ വിളിക്കാം കേട്ടോ. ശരി, വരുതട്ടാ. ശരി, നമുക്ക് പോയാലോ? സാബിക വന്നിട്ട് പോവാം. ആ ഇപ്പൊ വരും. ഇതാ വന്ന്. ഞാൻ ഭരതേട്ടനെ വിളിച്ചിരുന്നു. മൂപ്പർക്ക് അവിടെ കുറേ പരിചയക്കാരുണ്ട്. എനിക്കറിയില്ല ഭരതേട്ടനെ. പിന്നെ അറിയാണ്ട്. ആ അതന്നെ, വലിയ കമ്പനി ഇപ്പം. ഓ, ആക്കിയതാണല്ലേ. മൂപ്പര് പൊളിയല്ലേ, ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ, ഇവരൊന്ന് ഡ്രോപ്പ് ചെയ്യാനുണ്ട്. ശരി മോളെ, പോ. ശരി, അപ്പോ എന്തേലും വിവരം കിട്ടി വിളിക്കാം. ശരി. ഭരതേട്ടൻ വിളിച്ചാ പറയണേക്കാ. പറയാടാ. ഓക്കെ ബൈ. ആ മുജിയെ ബൈഡാ, പോയിട്ട് വരാം. എടാ ഫൈസലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വരുന്നില്ലടാ. എങ്ങനെയാണ് പിന്നെ? അല്ല അതല്ല, ഉച്ചക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവും. ഓ അത് നന്നായി. ഓക്കെ. നൈസായിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കിയല്ലേ. അതാ പറയ്. എടാ അതെ, ഒരു വിശേഷം ഉണ്ട് കേട്ടോ. ഇന്ന് ഹമീദ് ഖാന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. നിന്റെ കാര്യമാണ് സംസാരിച്ച്. ഈ പ്രാവശ്യത്തെ നിന്റെ വരവിന് സനയുടെ നിന്റെ കല്യാണം നടത്താനാ പ്ലാൻ. ഓക്കെ ഓക്കെ. എന്തൊക്കെയെന്ന് നീ ദിവ്യയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? ഇല്ല, പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുള്ളൊരു സാഹചര്യം കിട്ടണ്ടേ? എന്തെന്നാ നീ പറയുന്നേ? നീയൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെയാണോ ജീവിക്കുന്നേ? 2 വർഷത്തോളായി ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോട് ഇഷ്ടം പറയാൻ ധൈര്യമില്ലെന്ന് വെച്ചാ ആരും കേക്കണ്ട. നിങ്ങൾ ആ അമീദ് ഖാന്റെ കാര്യം എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കി തരുമോ? എടാ അത് ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യേ, ആ ദിവ്യയുടെ നമ്പർ ഇങ്ങോട്ട് അയക്കേ, ഞാൻ വിളിച്ച് സംസാരിക്കാം. അത് ശരിയാവില്ല. അതെന്താടാ? അത് വേണ്ട. അയക്കേ, ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഇനിയും തമാശ കളിക്കാൻ സമയമൊന്നുമില്ല കേട്ടോ. ശരിയെന്നാ, ഞാൻ അയക്കാം. നിങ്ങൾ ഇപ്പൊ ആ പക്ഷെ നീ വൈകിട്ടേ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കേട്ടോ. ആ ഓക്കെ. ശരി. ആ കേറിട്ട് പോ. ഇല്ല പിന്നെ വരാം. എന്നാ ശരി. ഫൈസലേ, ഇത് നോക്കുന്നോ? ഒന്നെടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അവയാണോ എടുക്കണേ? ഇത് നിനക്ക് കുറച്ച് വലുതല്ലേ? ഇതെനിക്കല്ല, ഉമ്മാക്ക. ആഹാ, ആ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷഹാനയുടെ ഉമ്മയാണെങ്കിൽ ഷഹാന തിരിച്ചു പോകുമ്പോൾ കൂടെ വരുമായിരിക്കുമല്ലേ? അതെനിക്കറിയില്ല. ഇനി ഉമ്മ വന്നില്ലേലും ഉമ്മാൻ്റെ കൂടെ ഞാനവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ ജോലി നോക്കിക്കൂടെ? അല്ലേ ദിവ്യ? അതെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എന്തായാലും നീ എന്റെ CV ഒന്ന് അയക്ക്. ദിവ്യ ഒന്ന് ബോസിനോട് സംസാരിക്കുമോ? ആ സംസാരിക്കാം. ഞാനിതൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ. ദിവ്യ പറഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ.
ദിവ്യ ബിസിയാണോ? എന്തേ? ഈ കണ്ണട എങ്ങനെയുണ്ട്? പോയെന്നു. കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഫൈസലേ, എടി നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആവണമെന്നില്ല. ഫൈസൽ ഒരു മനുഷ്യപ്പറ്റിന്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം. ഞാനൊരു പൊട്ടിയൊന്നുമല്ല, നീ ഒന്നും മിണ്ടാതിരിക്കെ. അവൾ ഇവിടെ നിർത്താൻ തന്നെ താല്പര്യം. വേണ്ട, കുറച്ചു മുന്നേ കുടിച്ചേ ഉള്ളൂ. ഞാൻ CV മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ടും കയ്യിലുണ്ട്. നാളെ ഓഫീസിൽ പോകുമ്പോ തരാട്ടോ. അത് ഷഹാന ഫൈസലിന്റെ അടുത്ത് ഏൽപ്പിച്ചാ മതി. ബോസിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ എന്നിലും ബെറ്റർ ഫൈസലാ. ഞാൻ എന്നാ കുളിച്ചിട്ട് വരാം. നീ ചായ കുടിക്കും. فاطمة أنا خبرتك هذاك الشخص يجلس هناك هذيك يفكروها هذيك أمك انتوا تعالوا شوفوها فاطمة تشتغل معي 20 سنة ما أفكرها أمك سليم مخبرني أول بدقي وشوفوها ആരാ? എവിടുന്നാ? هذا هو أول مرة يسمع أنا كلام مال باري قبل 20 سنة ഇതെന്റെ ഉമ്മയല്ല. ഹലോ ഫൈസലേ. ആ മജി. എടാ എന്താടാ പോയിട്ട് അവരെ കണ്ടാ? ആ കണ്ടു, പക്ഷെ അത് അവരല്ല. പറ്റി ഞാൻ കാണുമ്പോ പറയാം. എന്നാ ഓക്കെ. ആ ശരി. ആ സ്ത്രീയുടെ മുഖം കണ്ടിട്ട് അവരെ കാണാൻ ബന്ധുക്കൾ ആരോ വന്നതുപോലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മുഖത്ത്. ആരെങ്കിലും അവരെ തേടി വരുമെന്ന് അവരും കാത്തിരിക്കുകയായിരിക്കും. ദിവ്യന്റെ വീട്ടിലായോണ്ട് ഷഹാനയ്ക്ക് ഫുഡൊക്കെ ഓക്കെ ആയിരിക്കും അല്ലേ? മോളെ എന്തെങ്കിലും സ്പെഷ്യലി വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇവിടെ അസല് കുക്ക ഇതവനെ വയസ്സിലെ. അവളുടെ ടെൻഷൻ ഇപ്പൊ ആവുന്നല്ലേക്ക. സലീം കാടുന്ന് ബിദിയുടെ കാര്യം കേട്ടപ്പോ മൂപ്പര് ഗൂഗിൾ ചെയ്ത് നോക്കിന്നാ തോന്നുന്നത്. ഇപ്പൊ ഓരോ സംശയങ്ങളാ. ആ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഭരതേട്ടന്റെ പരിചയമുള്ള റിപ്പോർട്ടറാ ആ ന്യൂസ് കവർ ചെയ്തിട്ടുള്ളത്. വൺ മിസ്റ്റർ സാമുവൽ. അത്ര സംശയം ഉണ്ടെങ്കിൽ മൂപ്പരെ കാണാൻ ഏർപ്പാടാക്കിയാണ്. ആ അത് നല്ലതാ. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. നമുക്ക് പോവാം. ആ അതന്നെ. അതെ, ഇപ്പൊ സമാധാനമായിട്ട് ഫുഡ് കഴിക്കും. ആ മീനൊക്കെ എടുത്ത് കഴിച്ചേ. നീ ഷഹാനയുടെ ആവശ്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പ്രശ്നമാവില്ലേ? ചെറിയ പ്രശ്നമാണ്. പിന്നെ സാബിക്കൊക്കെ അറിയാലോ, ഉപ്പ വയ്യാണ്ട് നടന്നപ്പോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും എൻ്റെ എല്ലാ കാര്യവും നോക്കിയതും സലീംക്കാണ്. മൂപ്പര് എനിക്കെൻ്റെ ഉപ്പാനെ പോലെ. അപ്പൊ മൂപ്പര് ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറയുമ്പോ അത് ചെയ്തു കൊടുക്കേണ്ട എൻ്റെ കടമയല്ലേ? അറിയാടാ, അറിയാം. ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്കറിയാലോ. അക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പുറത്തു വിടാൻ കഴിയായിരുന്നില്ല. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 2002 മാർച്ചിലാണ് ആ ഫ്ലഡ് ഉണ്ടായത്.
അന്ന് ഈ ബിദിയെന്ന് മാത്രം ഏകദേശം 200ഓളം വീടുകളാ ഒലിച്ചു പോയത്. 100ഓളം ആൾക്കാർ മരണപ്പെട്ടു. അതാണ് അനൗദ്യോഗികമായ കണക്ക്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോ? അന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, പേപ്പർ കട്ടിങ്സും ഫോട്ടോസൊക്കെ. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അന്ന് ഈ ബിദിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഒമാന്റെ പല ഭാഗങ്ങളായി ജീവിച്ചിരിപ്പുണ്ട്. അതിൽ നിന്നും നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. നിങ്ങൾ എംബസിയിൽ അന്വേഷിച്ചിരുന്നോ? ഇല്ല. എംബസിയുടെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ല. അവർ വഴി മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഏതായാലും ഞാൻ ആ ഡോക്യുമെന്റ്സ് എടുത്തു തരാം. നമുക്ക് സലീം ഖാനോട് പറയാം. മിസ്സിംഗ് കേസിലും ഡെത്ത് കേസിലും പെട്ടവരുടെ ഡീറ്റെയിൽസ് നാട്ടിലെ അവരുടെ ബന്ധുക്കൾക്ക് അന്നേ കൈമാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം. അന്ന് ആ സംഭവത്തിന് ശേഷം അവിടെ താമസിച്ചിരുന്ന പലരും പലയിടങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. അവിടെ ആ സമയത്ത് യമനിൽ നിന്നുള്ള ഒരുപാട് കുടിയേറ്റക്കാർ താമസിച്ചിരുന്നു. ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവരിൽ പലരും യമനിലേക്ക് മടങ്ങിപ്പോയതായിട്ടും നമുക്കറിയാം. ഉമ്മ ഇവിടെ ഹൗസ് മെയ്ഡ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയെങ്കിൽ ഈ ഒരു സാധ്യത കൂടി നോക്കിക്കോളൂ. അന്ന് യമനിലേക്ക് മടങ്ങിപ്പോയ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിലും. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? ഇത്രയും വർഷമായില്ലേ. ഞാനൊരാളുടെ കോണ്ടാക്ട് തരാം. ആള് പണ്ട് പോലീസിലായിരുന്നു. അന്നത്തെ ഈ സംഭവത്തിന്റെ അന്വേഷണവും റിപ്പോർട്ടും ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഒരുപക്ഷെ അന്ന് ബിദിയിലുണ്ടായവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇയാളിൽ നിന്ന് കിട്ടുമായിരിക്കും. ശ്രീനിവാസൻ സാറ് പറഞ്ഞ പോലീസ് ഓഫീസറെ കാണാനുള്ള പരിപാടി നോക്കിയിട്ട് ഞാൻ പറയാം. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, എനിക്കൊന്ന് റൂം വരെ പോകാനുണ്ട്. ഞാൻ വിളിക്കാം. പോട്ടെ. ഹലോ സാബിക. എന്തായിടാ പോയിട്ട്? ചില വിവരങ്ങളും സംശയങ്ങളും പറയുന്നുണ്ട്, അന്വേഷിക്കണം. സലീംക്ക് കൂടെ ഇല്ലേ? സലീംക്ക് ഇപ്പം ഇറങ്ങിയുള്ളൂ. അതെ സാബിക, ഷാനായിട്ടൊരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ഈ ബുധനാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ ഫ്രീ ആകാൻ പറ്റൂ. എനിക്കന്ന് വൈകിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഞാൻ കൊണ്ടുപോയിക്കോളടാ. അതൊന്നും കുഴപ്പമില്ല. ശരി, ഓക്കെ. കേറിക്കോ. Mr. Srivas, they called me from embassy last week, and they will take 4 to 5 days to get all the informations. That's why I call you to come here today. Yeah, I know. Srinivas sir told me. It got all the details. Who's the people traveling to Yemen from 2000 to 2008? Officially, it's 700. From this, 124 is from Bidiya locality. But I'm sorry, I didn't find any name is matching in your description. So, only Yemenis in this list? No. Some of worker traveling with them, but no any Indian in the list. Oh.